നേരെ ഇനി എറണാകുളത്തേക്ക് പോകേണ്ടതുണ്ട്. കൊച്ചിയിൽ നിന്ന് മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, പറയൂ, അവിടെ നിന്നുള്ള ആവേശ കാഴ്ചകൾ എങ്ങനെയാണ്? വളരെ ആവേശം നിറഞ്ഞ കാഴ്ച തന്നെയാണ് കൊച്ചിയിൽ എറണാകുളത്തെല്ലാം കാണാൻ സാധിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അതിൻ്റെ പ്രചാരണം അതിൻ്റെ ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു വാഹനജാഥ ഇപ്പോൾ ഇവിടുന്ന് പുറപ്പെട്ടിട്ടേ ഉള്ളൂ. എന്താണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്? എളമക്കരയിൽ നിന്നുള്ള ഒരു രാഷ്ട്രീയം എന്താണ് പറയാനുള്ളത്? എളമക്കരയുടെ രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റം വരാൻ പോവുകയാണ്. കാരണം 2 ഡിവിഷൻ എളമക്കരയുള്ളതെന്ന് 26ഉം 27ഉം രണ്ടിലും മികച്ച സ്ഥാനാർത്ഥികളാണ് നമ്മൾ മത്സരിക്കുന്നത്. ഒന്ന് NSSൻ്റെ തന്നെ ഒരു പ്രസിഡൻ്റാണ് 27ാം ഡിവിഷനിൽ മത്സരിക്കുന്നത്. NSSന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു ഡിവിഷനാണ്. അവിടെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 1200-ലധികം വോട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ 250 വോട്ട് ചേർത്തിട്ടുണ്ട്. എന്തായാലും ഒരു 200 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ 27ാം ഡിവിഷൻ നമ്മൾ പിടിക്കും എന്നുള്ളത് തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം. അതനുസരിച്ചുള്ള വർക്ക് നടത്തിയിട്ടുണ്ട്. അതുപോലെ 26ാം ഡിവിഷനിൽ അഡ്വക്കേറ്റ് നിമിഷ ഒരു യുവതിയാണ് മത്സരിക്കുന്നത്. യുവത്വങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. അതുകൊണ്ട് 2 കൈയും നീട്ടി ഇവിടെ 26ാം ഡിവിഷനിലെ അഡ്വക്കേറ്റ് നിമിഷയെ സ്വീകരിക്കാൻ ഇവിടുത്തെ ജനങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ പല വീടുകളിലും പോയപ്പോൾ ഇന്ന് കാലത്തെ തന്നെ എനിക്ക് 10-25 കോൾ വന്നിരുന്നു. ബൂത്തുകളിൽ പല സ്ഥലങ്ങളിലായിട്ട് വോട്ട് ചെതറിക്കിടക്കുന്നുണ്ട്. അവരുടെ വോട്ട് ഞങ്ങൾക്ക് സ്ലിപ്പ് കൊണ്ടേത്താ എന്ന് പറഞ്ഞുകൊണ്ട് പല വോട്ടർമാരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടായേയില്ല. കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ നമുക്ക് ഇതുപോലെ വോട്ട് എത്തിക്കാൻ പറ്റിയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അവർ നമ്മളോട് ചോദിക്കണേന് എൻ്റെ ബൂത്തിൽ വേറെ സ്ഥലത്താണ് കിടക്കുന്നത്, എനിക്ക് വോട്ട് കൊണ്ടേ തന്നെ. പക്ഷേ നമ്മൾ മാറാത്തതിനി മാറുമെന്നുള്ള മുദ്രാവാക്യം ഇത്തവണ അന്വർത്ഥമാകുമെന്ന് തന്നെയാണ് തോന്നുന്നത്. അതെ, കൊച്ചിൻ കോർപ്പറേഷനിൽ പ്രത്യേകിച്ച് ഒരു വികസനത്തിൻ്റെ രീതിയിലല്ല കൊച്ചിൻ കോർപ്പറേഷൻ പോകുന്നത്. അന്താരാഷ്ട്ര നിലവാരത്തിലെത്തേണ്ട കൊച്ചിൻ കോർപ്പറേഷൻ കഴിഞ്ഞ 30 വർഷക്കാലം ഇടതുപക്ഷം ഭരിച്ചു. ഇടക്കാലം ഒരു 10-25 വർഷം കോൺഗ്രസ് ഭരിച്ചു. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുഴുവൻ പദ്ധതികളും കൊച്ചിൻ കോർപ്പറേഷൻ പോലുള്ള വികസിച്ചു കൊണ്ടിരിക്കുന്ന കോർപ്പറേഷൻ നടപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ശൗചാലയം കൊച്ചിൻ സിറ്റിയിലില്ല. ഒരു മൂത്രപ്പുര വിദേശികൾ വന്നാലില്ല. നമ്മൾ KSRTC ബസ് സ്റ്റാൻഡ് കണ്ടാൽ നമുക്കറിയാം, വെള്ളത്തിൽ മുങ്ങുന്ന KSRTC ബസ് സ്റ്റാൻഡ്. അങ്ങനെ വെള്ളക്കെട്ടും മാലിന്യവും നിറഞ്ഞ വലിയൊരു ഈ പ്രശ്നത്തിലാണ് കൊച്ചിൻ കോർപ്പറേഷൻ. അതിനെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയിലൂടെ കൊച്ചിയുടെ വലിയൊരു സമഗ്രമായ വികസനത്തിൻ്റെ രീതിയിലാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുന്നത്. 2 കൈ നീട്ടി ഇന്ന് ജനങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. 2-3 ദിവസത്തിനുള്ളിൽ നമുക്ക് അതിൻ്റെ വ്യക്തമായ ഒരു റിസൾട്ട് കൊച്ചിൻ കോർപ്പറേഷനിൽ നമുക്കറിയാൻ സാധിക്കും. കൂടുതൽ ആളുകൾ പാർട്ടിയിലേക്ക് ചേർന്നത് ഇപ്പോൾ കൊച്ചിയിലടക്കം നിരവധി വാർത്താ സമ്മേളനങ്ങൾ നടത്തിയിട്ട് പ്രമുഖരായിട്ടുള്ള നേതാക്കൾ മറ്റ് ഇപ്പോൾ പരമ്പരാഗത വോട്ട് ലഭിക്കുന്ന മേഖലകളിൽ നിന്നല്ല, അതിനപ്പുറത്ത് നിന്ന് വിവിധ സമുദായ സംഘടനകളിൽ നിന്ന് വിവിധ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നെല്ലാം നിരവധി ആളുകൾ ഇപ്പോൾ പാർട്ടിയിൽ ചേർന്ന് സജീവമായി കൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ പലരും മത്സരരംഗത്തുണ്ട്. മുൻ കൗൺസിലർമാരടക്കം BJPയിലെത്തി മത്സരിക്കുന്നു. അതൊക്കെ എങ്ങനെ ഗുണം ചെയ്യുന്നതാണ് കരുതുന്നത്? കൊച്ചിൻ കോർപ്പറേഷൻ്റെ വികസന മുരടിപ്പ് മൊത്തത്തിൽ എല്ലാവർക്കും മനസ്സിലായി. ഇന്ന് കൊച്ചിൻ കോർപ്പറേഷൻ ഏറ്റവും കൂടുതൽ ക്രൈസ്തവ സമുദായം, പ്രത്യേകിച്ച് മുനമ്പം പോലുള്ള വിഷയങ്ങൾ BJP ഇടപെട്ടതിൻ്റെ വ്യക്തമായ ഒരു പിൻബലം ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വലിയൊരു ഇമ്പാക്റ്റ് നമുക്ക് കൊച്ചിൻ കോർപ്പറേഷനിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിൽ നിന്നും വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പല നടപടികളിലും ജനങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് നമുക്ക് മുൻ കൗൺസിലർ വരെ കോൺഗ്രസിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു മാറ്റമാണ്. കൊച്ചിയുടെ വലിയൊരു വികസന കുതിപ്പിലേക്ക് അത് മാറാം എന്നുള്ളത് അത് സംശയമില്ല. അതാണ് വോട്ടർമാർക്ക് പറയാനുള്ളത്, പ്രവർത്തകർക്ക് പറയാനുള്ളത്. വലിയ രീതിയിലുള്ള പിന്തുണ BJPക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു റാലി, അതുപോലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അടക്കം ഇപ്പോഴിതാ അവരുടെ ഒരു സ്ഥാനാർത്ഥി. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം കൊട്ടിക്കലാശത്തിലേക്ക് അടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്.